തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വയോധികയെ ആക്രമിച്ച് പെരുവഴിയിൽ ഉപേക്ഷിച്ച സംഭവം ബലാത്സംഗ ശ്രമമെന്ന് പോലീസ്. പീഡന ശ്രമത്തിനിടെ 85-കാരി ബഹളം വെച്ചപ്പോൾ പ്രതി കമ്പി കൊണ്ട് തലക്കടിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിലൊടുക്കം വെഞ്ഞാറമൂട് സ്വദേശി അഖിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതിയിലേക്ക് എത്താൻ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ്. ഇന്ന് ഉച്ചയോടെയാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ക്രൂരതയുടെ വാർത്ത പുറത്തുവരുന്നത്. 85 വയസ്സുകാരിയായ വയോധികയെ റോഡരികിൽ ആക്രമിച്ച ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരും പോലീസും ദുരൂഹമെന്ന് പറഞ്ഞതാണ്. പിന്നീട് തൊട്ടടുത്തുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വയോധികയ്ക്ക് നേരെ ഒരു ബലാത്സംഗ ശ്രമം ഉണ്ടായി, പീഡന ശ്രമത്തിന് ശേഷമുള്ള ആക്രമണമാണ് എന്നുള്ളത് കണ്ടെത്തുന്നത്. അതിൽ പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ വയോധിക തൊട്ടടുത്തുണ്ടായിരുന്ന ലോട്ടറി വിൽക്കുന്ന യുവാവിനോട് ചായ കുടിക്കാൻ പൈസ ചോദിച്ചു. അതിനുശേഷം ഈ യുവാവ് ഈ വയോധികയെ വലിച്ചിഴച്ച് തൊട്ടടുത്തുള്ള പഴയ കെട്ടിടത്തിൽ കൊണ്ടുപോവുകയും പീഡന ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തടഞ്ഞപ്പോൾ വയോധിക ബഹളം വെച്ചു, അതുപോലെ തന്നെ അത് തടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന കമ്പിപ്പാരയെടുത്ത് തലയ്ക്ക് ആക്രമിക്കുകയായിരുന്നു, തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വയോധിക ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ വയോധികയുടേതായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വയോധിക പറയുകയും ചെയ്യുന്നത് ഇങ്ങനെ ചായ കുടിക്കാൻ ഒരു പൈസ ചോദിച്ചു, അതിനുശേഷം വലിച്ചിഴച്ച് റോഡിലൂടെ തൊട്ടടുത്തുള്ള ഒരു പഴയ കെട്ടിടത്തിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ സമയത്ത് അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ശേഷം ഈ കെട്ടിടത്തിന്റെ മുറിയിൽ നിന്ന് ആക്രമിച്ചു, അതുപോലെ തന്നെ ബലാത്സംഗത്തിനുള്ള ഒരു ശ്രമം നടത്തി. അത് തടുത്തപ്പോൾ ക്രൂരമായി കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. അത്രയേറെ അപലപനീയം അല്ലെങ്കിൽ അത്രയേറെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് വെഞ്ഞാറമൂട് നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ പ്രതിയായിട്ടുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.